ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം തകരാറിൽ. അടിക്കടി ഉണ്ടാകുന്ന തകരാർ ജീവനക്കാർക്കും ഓഫീസുകളിൽ എത്തുന്നവർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ലിഫ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാത്തതിൽ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധം. ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് സംവിധാനം തകരാറിലാകുന്നത് പതിവാണ്. 12 തവണ ലിഫ്റ്റ് പൊട്ടി വീഴുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളോ ആളപായമോ ഉണ്ടാകാത്തത്. നിരവധി പേർ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അമ്പലപ്പുഴ താലൂക്ക് സപ്ലൈ ഓഫീസ്, ജില്ലാ ലോട്ടറി ഓഫീസ് എന്നിവയടക്കം ദിവസവും നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷന്റെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോട്ടറി ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാർക്കും സപ്ലൈ ഓഫീസിലെത്തുന്ന പ്രായമേറിയവർക്കും ലിഫ്റ്റ് സംവിധാനം ഏറെ ഉപകാരപ്രദമാണ്. എന്നാൽ അടിക്കടി ലിഫ്റ്റ് തകരാറിലാകുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ജീവനക്കാർ ഉൾപ്പെടെ കെട്ടിടത്തിന്റെ 5ാം നില വരെ ചവിട്ടിക്കയറേണ്ട അവസ്ഥയാണുള്ളത്. പലതവണ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിൽ രംഗത്തെത്തി. ലിഫ്റ്റിന് മുന്നിൽ റീത്ത് വെച്ച് ജോയിന്റ് കൗൺസിൽ പ്രതിഷേധ സമരം നടത്തി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഈ പറയുന്ന സിവിൽ സ്റ്റേഷനോട് അധികാരികൾ കാട്ടുന്ന കടുത്ത അവഗണന, ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ വരുന്ന ഗുരുതരമായ വീഴ്ച, അത്തരം വീഴ്ചകൾക്കെതിരെ ശക്തമായ സമരമുഖത്താണ് ജോയിന്റ് കൗൺസിൽ. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് നടന്ന ഒരു പ്രതിഷേധം. ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരമാണിത്. കാരണം 2 ലിഫ്റ്റുകളുണ്ട്. നമുക്കറിയാം 6 നിലകളിലായി ഏകദേശം 36 പരം ഓഫീസുകൾ. ആ ഓഫീസുകളിൽ വന്നെത്തുന്ന ജീവനക്കാർ, അതിനകത്ത് തന്നെ ഭിന്നശേഷിയുള്ള ജീവനക്കാർ, അങ്ങനെയുള്ള ജീവനക്കാരെല്ലാം ഒരു ഭാഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ ഈ ഓഫീസുകളിൽ തങ്ങളുടെ കാര്യങ്ങൾക്കായി എത്തുന്ന 100 കണക്കായിട്ടുള്ള സാധാരണ ജനങ്ങൾ, അവരിൽ അവശന്മാരുണ്ട്, രോഗികളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെല്ലാം എത്തിപ്പെടുന്ന ഈ ഓഫീസിന്റെ സമുച്ചയം എത്രയോ മാസങ്ങളായി ഈ ലിഫ്റ്റ് ചലിക്കാതായിട്ട്. എവിടെയെങ്കിലും ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ 2 ദിവസം ചലിക്കും. അതിനപ്പുറത്തേക്ക് വീണ്ടും ആ ലിഫ്റ്റ് അനങ്ങാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ആണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിന്റ് കൗൺസിൽ ഇതിന്റെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്, അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക്, തഹസീൽദാർക്ക്, സബ് കളക്ടർക്ക് അടക്കം എല്ലാ ഉദ്യോഗസ്ഥരുള്ള അധികാരികളുടെ മുമ്പിലും നമ്മൾ പരിദേവനങ്ങളും നിവേദനങ്ങളുമായി കയറി ഇറങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. അമ്പലപ്പുഴ തഹസിൽദാർക്കാണ് മിനി സിവിൽ സ്റ്റേഷന്റെ പരിപാലന ചുമതല. പൊതുമരാമത്ത് വകുപ്പാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. എന്നാൽ ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ചങ്ങനാശ്ശേരി പെരുന്ന വില്ലേജ് ഓഫീസ് കോമ്പൗണ്ടിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ആവശ്യമുയരുന്നു. വനം വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന ലേലത്തുക മരങ്ങൾക്ക് കിട്ടാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് സൂചനകൾ. കനത്ത കാറ്റിലും മഴയിലും ചങ്ങനാശ്ശേരി പെരുന്നയിലെ പൈതൃക വില്ലേജ് ഓഫീസ് വളപ്പിനുള്ളിൽ മരം കടപുഴകി വീണു. ബുധനാഴ്ച പുലർച്ചെയാണ് ഓഫീസ് കെട്ടിടത്തിന് സമീപത്തേക്ക് ലക്ഷ്മി തരു ഇനത്തിൽപ്പെട്ട ചെറിയ മരം കടപുഴകി വീണത്. ഓഫീസിന് നാശനഷ്ടങ്ങളില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തഹസിൽദാർ സ്ഥലത്തെത്തി സ്ഥിതിഗതി വിലയിരുത്തി. അപകട ഭീഷണി ഉയർത്തുന്ന ഓഫീസ് വളപ്പിലെ മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് താലൂക്കിന് വില്ലേജ് ഓഫീസ് അധികൃതർ കത്ത് നൽകിയിട്ടും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. കെട്ടിടത്തിന് പിറകിലുള്ള കൂറ്റൻ തണൽ മരവും മുൻഭാഗത്തെ മഹാഗണിയും തേക്കുമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ഇതിൽ തേക്കുമരം പോട് ബാധിച്ച് ഏതു സമയവും നിലം പതിക്കാം. പിറകുവശത്തെ തണൽ മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുള്ളതാണ്. ഇതിന്റെ ചൂടുഭാഗം മുഴുവൻ ദ്രവിച്ച നിലയിലാണ്. സമീപത്തെ വീടിന് മുകളിലേക്കാണ് ഒരു ഭാഗം ചെരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് വില്ലേജ് ഓഫീസിലെ മരം വീണ് കാർ യാത്രക്കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അപകടത്തിൽ ഓഫീസിന്റെ മതിൽ ഉൾപ്പെടെ തകർന്നിരുന്നു. സർക്കാർ ഭൂമിയിലെ മരം വെട്ടിമാറ്റാൻ വനം വകുപ്പ് ലേലം വിളിക്കുകയാണ് പതിവ്. എന്നാൽ വില്ലേജ് ഓഫീസ് വളപ്പിലെ തേക്കുമരത്തിന് ഉയർന്ന നിരക്കാണ് വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കാരണമാണ് പലരും ഇത് ഏറ്റെടുക്കാത്തതെന്ന് ആക്ഷേപമുണ്ട്. കടപുഴകി വീണ പുളിമരം തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ട് ചെലവഴിച്ചാണ് വെട്ടിമാറ്റിയത്. ഇതിന്റെ തടികൾ ഇപ്പോഴും ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല. ഇതിനും വനം വകുപ്പ് ലേലം നിശ്ചയിക്കണം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവനക്കാരി ഉൾപ്പെടെ 7 പേരാണ് ഈ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൈകോർത്ത് സഹകരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് യാത്രാ ദുരിതം നേരിടുകയാണ് കാവാലം പഞ്ചായത്ത് 9ാം വാർഡിലെ നിരവധി വീട്ടുകാർ.
കാവാലം പഞ്ചായത്ത് 9-ാം വാർഡ് വടക്കൻ വെളിയനാട് PWD റോഡിൽ നിന്നും പടിഞ്ഞാട്ട് പോയി വടക്കോട്ട് തിരിയുന്ന 120 മീറ്ററോളം വരുന്ന റോഡ് വെള്ളക്കെട്ടിലാണ്. ഇവിടെ കുറുപ്പശ്ശേരി CT വർഗീസിന്റെ വീട് മുതൽ ശ്രീനിലയം ഋഷികേശിന്റെ വീട് വരെയുള്ള ഭാഗം പൂർണ്ണമായും വെള്ളക്കെട്ടിലാണെന്ന് പറയാം. 2.5 വർഷം മുമ്പ് തോമസ് കെ തോമസ് MLA പ്രദേശം സന്ദർശിക്കുകയും റോഡിനായി 5 ലക്ഷം രൂപ അനുവദിച്ചതായി വാഗ്ദാനവും നൽകിയതാണെന്നും എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതുകൊണ്ടാണ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ കൺസെന്റിന്റെ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ കൺസെന്റ് ഒരു കംപ്ലൈന്റ് വന്നതിന് ശേഷം അത് ആ കംപ്ലൈൻറ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 100 രൂപ പത്രത്തെ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ വില്ലേജ് പഞ്ചായത്തിൽ കൊടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് RDO ഓഫീസിൽ ചെല്ലുകയും RDO ഓഫീസിൽ ചെന്ന് അവിടെ ചെന്ന് ആ പേപ്പറും താലൂക്കിൽ നിന്ന് വരികയും താലൂക്കിൽ നിന്ന് വില്ലേജ് അയപ്പിക്കുകയും ചെയ്തു. എന്നാൽ വില്ലേജ് ഓഫീസിൽ വന്ന് ഇത് വ്യക്തമായി ഒന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ പഞ്ചായത്തിൽ ലാസ്റ്റി കയറ്റത്തുള്ളൂ. ഈ ലാസ്റ്റി കയറ്റിയാൽ മാത്രമേ ഉള്ളൂ MLA ഫണ്ട് ഇവിടെ വിനിയോഗിക്കാനൊക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതിവരാരും അനങ്ങുന്നില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ 10-35 വീട്ടുകാരുടെ ഉള്ളൊരു വഴിയാണിത്. 35 വീട്ടുകാർക്കാണ് ഈ ഇതിൻ്റെ പ്രയോജനം ചെയ്യുന്നത്. അത്രയും വീട്ടുകാരാണ് ഈ ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ നീന്തി കിടക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട MLA ഞങ്ങൾ അഭിനന്ദിക്കുക. കാരണം പുള്ളിയെ വന്ന് ഇവിടെ കണ്ട് 5 ലക്ഷം രൂപ അനുവദിച്ച് പോയാണ്. ഈ അടുത്ത ദിവസം ചോദിക്കുമ്പോൾ നിങ്ങൾ ആസ്തി കയറ്റുന്നില്ലെന്ന് ചോദിച്ചു. ഈ കാവാലം പഞ്ചായത്തുകാർ നിലവിലുള്ള വഴിയാണ്, അത് ആസ്തി കയറ്റണം എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ പഴയ പഞ്ചായത്ത് വഴിയാണത്. അത് വീണ്ടും ആസ്തി കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർ വരുന്നില്ല, ഇതിന് വേണ്ട ബാക്കി നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. വഴിക്കായി സമ്മതപത്രം തയ്യാറാക്കൽ, പഞ്ചായത്ത് അധികൃതരെ കാണൽ, വില്ലേജ്, താലൂക്ക്, RDO തുടങ്ങിയ ഓഫീസുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നടത്തിക്കഴിഞ്ഞതാണെന്നും പ്രദേശവാസികൾ പറയുന്നു. MLA റോഡിനായി തുക വാഗ്ദാനം ചെയ്തെങ്കിലും അത് ഫണ്ടായി അനുവദിച്ച് കിട്ടാനുള്ള ചെറിയ തടസ്സമാണ് റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉള്ളതെന്നും അത് മാറിക്കിട്ടിയാൽ റോഡ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും നാട്ടുകാർക്കുണ്ട്. PWD റോഡിൽ നിന്നും ഋഷികേശിന്റെ വീട് വരെയുള്ള ഭാഗത്തെ വീട്ടുകാരും പിന്നീട് അങ്ങോട്ടുള്ള നിരവധി വീട്ടുകാരും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് മൂലം റോഡ് തീർത്തും സഞ്ചാരയോഗ്യമല്ലാതെ വന്നപ്പോൾ ഇവിടെയുള്ളവർ 50,000 രൂപയോളം മുടക്കി റോഡിൽ മണ്ണടിച്ചതായും നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. അനുവദിച്ചിട്ടുണ്ട്, ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. വരുന്നവരെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു പോകുക. എന്താ കാരണം എന്നറിയാം. ഇത്രയും ഞങ്ങളൊക്കെ കൈ മുടക്ക് കാശ് കൊടുത്ത് എല്ലാവരും സ്വർണം വരെ പണയം വെച്ചാൽ എല്ലാവരും ഇവിടെ ഈ വഴി ഇത്രയാക്കി കൊണ്ടുവന്നത്. ഇതിനേലെ കഷ്ടമാണ് ഞങ്ങളുടെ ആ വഴി. അവിടം വരെ അളന്നു പോയിരിക്കുന്നത്, ഞങ്ങളുടെ വാതിൽ വരെ. ഇതുവരെ ഒരു അനുഗ്രഹവും ഇല്ല. ഞങ്ങളുടെ വഴിയൊന്ന് വന്ന് കണ്ടേ. ജനപ്രതിനിധികൾ പൊതുജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥർ കൂടി പൂർണ്ണമായും സഹകരിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകൂ. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മടിച്ചു നിൽക്കുമ്പോൾ അവരിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നടത്തിക്കാനുള്ള ആർജവം ജനപ്രതിനിധികൾ കാണിക്കണം. ത്രിതല പഞ്ചായത്തിലേക്കും അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കുമൊക്കെ വോട്ട് ചെയ്യാനും എല്ലാ നികുതികളും അടയ്ക്കാനും വിധിക്കപ്പെട്ട പൊതുജനങ്ങൾക്ക് ജീവിത പ്രാരാബ്ധത്തിനിടയിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിരന്തരം സമരത്തിൽ ഏർപ്പെടാൻ കഴിയുമോ? കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളും തൊഴിലാളികൾക്കുള്ള പാരിതോഷികങ്ങളും വിതരണം ചെയ്തു. തൊടുപുഴയിൽ നടന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ കുട്ടനാട്ടിൽ നിന്നുള്ള തൊഴിലാളികളും പാരിതോഷികങ്ങൾ ഏറ്റുവാങ്ങി. വെങ്ങല്ലൂർ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ പരിപാടിയുടെ ഉദ്ഘാടനവും സ്വർണ്ണ മെഡൽ വിതരണവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NV ചന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം MM മണി MLA നിർവഹിച്ചു. സേവന ദൈർഘ്യമുള്ള ചെത്തു തൊഴിലാളികളെ വാഴൂർ സോമൻ MLAയും ഏറ്റവും കൂടുതൽ കള്ളളന്ന തൊഴിലാളികളെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, KTID ബോർഡ് ചെയർമാൻ UP ജോസഫ് എന്നിവരും ചേർന്ന് പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. 2021-22 വർഷം കുട്ടനാട് റേഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ കള്ളളന്ന തൊഴിലാളി എന്ന നിലയ്ക്ക് മങ്കൊമ്പ് സ്വദേശി KR സദാശിവൻ പാരിതോഷികത്തിന് അർഹനായി. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതായിരുന്നു സമ്മാനം. 37 വർഷം ഈ രംഗത്ത് ജോലി ചെയ്ത ശേഷം ഈ വർഷമാണ് സദാശിവൻ വിരമിച്ചത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ ധർണയുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും മറന്നുപോവുകയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. വിവിധ വാർഡുകളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയാതെയും ലൈഫ് പദ്ധതിയിലെ വീടുകൾക്ക് കൃത്യമായ പണം നൽകാതെയും ആരോഗ്യ സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മാർഗനിർദ്ദേശങ്ങൾ വയ്ക്കാതെയും ജനദ്രോഹ നടപടികൾ പിന്തുടരുകയാണ് പഞ്ചായത്തെന്നാണ് ആരോപണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന ഗ്രാന്റ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകൾ മുഖാന്തരം കൊടുക്കേണ്ട പെൻഷനുകൾ മുടങ്ങിയിട്ട് കാലങ്ങളായി.
ക്ഷേമനിധി ബോർഡുകൾ വഴി കൊടുക്കേണ്ട പെൻഷൻ മുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാ ക്ഷേമനിധിയും അത് തന്നെയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയായാലും, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധിയായാലും, തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധിയായാലും, കലാകാരന്മാരുടെ ക്ഷേമനിധിയായാലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധിയായാലും, എല്ലാ ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിപ്പോയ ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമാണ്. 57 മുതൽ ഒരിക്കലും സംഭവിക്കാത്തത് പിണറായിയുടെ 8 വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ സംഭവിക്കുക. ഇത് മാത്രമാണ്. നമ്മളെ വരുന്ന ഒക്ടോബർ മാസം മുതൽ പുതിയ ടാക്സ് കൊടുക്കണം. അതെല്ലാത്തിനും കൊടുക്കണം. തൊഴിൽക്കരം ഇപ്പോഴും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തൊഴിൽ നികുതി, വീട്ടുകരം കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടുകയും പ്രഖ്യാപിക്കാതെ കൂട്ടുകയും ഒടുക്കത്തെ കറണ്ട് ചാർജ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. കോൺഗ്രസ് ടൗൺ മണ്ഡലം പ്രസിഡന്റ് വി ദിൽജിത്ത് അധ്യക്ഷനായിരുന്നു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AR കണ്ണൻ, ബിന്ദു ബൈജു, നസീം ചെമ്പകപ്പള്ളി, M ബൈജു, R ശ്രീകുമാർ, C ശശികുമാർ, M ഷഫീഖ്, ഗിരീഷ് വിശ്വംഭരൻ, ഷഹന മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ തെങ്ങണ ജംഗ്ഷൻ പരാധീനതകളുടെ നടുവിലാണ്. പ്രതിസന്ധി ഏറെയും നേരിടുന്നത് വ്യാപാരി സമൂഹം. ഗതാഗതക്കുരുക്ക്, അനധികൃത വഴിയോര കച്ചവടം, തെരുവുനായ ശല്യം. തെങ്ങണ ജംഗ്ഷനിൽ വ്യാപാരികൾക്ക് ഇത് നല്ല കാലമല്ല. മാടപ്പള്ളി പഞ്ചായത്തിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായ തെങ്ങണ ജംഗ്ഷനിലെ വ്യാപാരികളാണ് പരാധീനതകളുടെ നടുവിലുള്ളത്. ജംഗ്ഷന്റെ വികസനത്തിന് ആവിഷ്കരിച്ച തെങ്ങണ ജംഗ്ഷൻ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പലതും ഫയലിൽ നിന്നും ഫയലിലേക്ക് നീങ്ങുകയാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. 4 പ്രധാന റോഡുകൾ എത്തിച്ചേരുന്ന ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കാരണം കടയിലേക്ക് ആളുകൾ എത്തുന്നില്ല. കുരുക്കിൽ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വാഹനയാത്രക്കാർ പലരും എങ്ങനെയെങ്കിലും ജംഗ്ഷൻ കടന്നു കിട്ടണമെന്ന ധൃതിയിലാണ് കടന്നുപോകുന്നത്. റോഡിലെ തിരക്ക് കാരണം വാഹനങ്ങൾ നിർത്തി സാധനം വാങ്ങാൻ ആളുകൾ കടയിൽ കയറുന്നില്ല എന്നാണ് വ്യാപാരികളുടെ പരാതി. റോഡിന്റെ വശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയടച്ച് അനധികൃത വഴിയോര കച്ചവടം വ്യാപകമാവുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ലൈസൻസും നികുതിയും കടമുറി വാടകയും നൽകി പ്രവർത്തിക്കുന്ന വ്യാപാരികളെ നോക്കുകുത്തിയാക്കിയാണ് വാഹനങ്ങളിൽ സാധനങ്ങളുമായി വന്ന് ചിലർ കച്ചവടം നടത്തുന്നതെന്നും വ്യാപാരികൾക്ക് പരാതിയുണ്ട്. റോഡരികിൽ തള്ളുന്ന മാലിന്യം കാരണം തെരുവുനായ്ക്കളുടെ താവളമാണ് ജംഗ്ഷനും പരിസരവും. രാവിലെയും രാത്രിയും കടകൾക്ക് മുൻപിൽ കൂട്ടമായി തമ്പടിക്കുന്ന തെരുവുനായ്ക്കൾ ആളുകളെ ആക്രമിക്കാൻ ഓടി അടുക്കുന്നതും പതിവാണ്. വില്ലേജ് ഓഫീസിന് മുൻപിലൂടെ കടന്നുപോകുന്ന ചെറിയ തോടാണ് ജംഗ്ഷന്റെ മാലിന്യവാഹിനി. മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് നിലച്ച തോട് കാരണം പരിസരമാകെ ദുർഗന്ധവും വ്യാപിച്ചിട്ടുണ്ട്. വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി മുട്ടാർ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് കെ സുരമ്യയുടെ നേതൃത്വത്തിൽ MLA തോമസ് കെ തോമസിനും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകി. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനായി പുതിയ കെട്ടിടം പണിയുന്നതിന് ആവശ്യമായ തുക MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുക. മുട്ടാറിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി AC കനാലിൽ കിടങ്ങറ മുതൽ മാമ്പുഴക്കരി വരെയുള്ള ഭാഗത്തെ പായലും എക്കലും നീക്കം ചെയ്യുക. മുട്ടാർ സെൻട്രൽ റോഡിൽ സഹൃദയ ജംഗ്ഷൻ മുതൽ കൈതത്തോട് വരെയുള്ള ഭാഗം ഉയർത്തി നിർമ്മിക്കുക. പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം സമർപ്പിച്ചത്. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കാരണം ജനജീവിതം ദുരിതത്തിലായതിനാൽ അടിയന്തരമായി ഗ്രൂവൽ സെന്റർ ആരംഭിക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് കെ സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, മെമ്പർ ജോസ് മാമൂട്ടിൽ, സെക്രട്ടറി ബിനു ഗോപാൽ എന്നിവർ ചേർന്നാണ് ഭരണസമിതിക്ക് വേണ്ടി നിവേദനം സമർപ്പിച്ചത്. ജനപ്രതിനിധിയായി 19 വർഷം പിന്നിടുമ്പോഴും തന്റെ വാർഡിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങാതെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് ഒരു പഞ്ചായത്ത് അംഗം. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ലേഖാമോൾ സനലാണ് ഈ മാതൃകാ വ്യക്തിത്വം. 2005 ലേഖാമോൾ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. തൊട്ടടുത്ത വർഷം മുതൽ തന്റെയും തൊട്ടടുത്ത വാർഡിലെയും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. ഇതോടൊപ്പം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകുന്നുമുണ്ട്. തനിക്ക് പ്രതിമാസം ലഭിക്കുന്ന ഓണറേറിയത്തിന്റെ ഒരു വിഹിതം മിച്ചം പിടിച്ചാണ് വർഷത്തിലൊരിക്കൽ മാതൃകാപരമായ പ്രവർത്തനം ഈ ജനപ്രതിനിധി നടത്തുന്നത്. സ്വതന്ത്രയായി മത്സരിച്ചിട്ട് പോലും ലേഖാമോൾ വിജയം കൈവരിച്ചത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയത് കൊണ്ട് മാത്രമാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 19 വർഷക്കാലമായി താൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെയും തൊട്ടടുത്ത വാർഡിലെയും
കുട്ടികളെ അനുമോദിക്കുക, അതായത് മികച്ച പ്രവർത്തനം നടത്തുന്ന ആളുകളെയും അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. നമ്മൾ ഓരോ വിഷയത്തിലും നമുക്കറിയാം ലേഖമോത്സവത്തിൻ്റെ പ്രവർത്തനം, നിങ്ങളെ പ്രാദേശികമായി അമ്പിളി എന്ന് വിളിക്കുന്ന ലേഖമോത്സവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ വീടുകളിലേക്കും എത്തി ആളുകളുടെ സുഖവിവരങ്ങളും അവരുടെ ആവശ്യങ്ങളും ആവലാതികളും എല്ലാം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ്, അല്ല അത്തരം ഒരു പ്രവർത്തനമാണ് ലേഖമോത്സവത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു മാതൃക ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ 4ാം തവണയും സ്വതന്ത്രയായി ഒരു പാർട്ടിയുടെയും പിന്തുണ പോലും ഇല്ലാതെ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. നവാഗത ചലച്ചിത്ര സംവിധായകൻ ഉബൈനി പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. LLB പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ലേഖാമോളുടെ മകൾ അഞ്ജലിയെയും ചടങ്ങിൽ അനുമോദിച്ചു. 50ഓളം വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ അനുമോദനം നൽകിയത്. പുരോഗമന കലാസാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും പെണ്ണുക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന CMB പെണ്ണുക്കരയെ അനുസ്മരിച്ച് യോഗം ചേർന്നു. KSC MMC ചെയർമാൻ MH റഷീദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അറിവ് വർദ്ധിക്കുകയും ആ അറിവ് മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യും. 82 കാലഘട്ടത്തിൽ യുക്തിവാദ സമൂഹമൊക്കെയായിട്ട് പ്രവർത്തനത്തിൽ ഞങ്ങളൊരു യൂണിറ്റ് പുറപ്പെടുക ഉണ്ടാക്കിയപ്പോൾ അവിടെ അതിന്റെ പ്രഭാഷണം നടത്താനൊക്കെ വന്നു തരുന്നുണ്ട്. നമുക്ക് ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു രീതി ഞങ്ങളൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ യുക്തിവാദമാണ് നമ്മൾ ചോദ്യം ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും വാക്യങ്ങളും ആ കാലഘട്ടത്തിൽ വെറും 80 കാലഘട്ടം അല്ലെ വിജയകുമാരൻ അനുസ്മരണ സമ്മേളനത്തിൽ ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR മുരളീധരൻ പിള്ള അധ്യക്ഷനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി A ഗോകുലേന്ദ്രൻ CMB അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ VI ജോൺസൺ വിശ്വഭാരതി ഗ്രന്ഥശാല ഭാരവാഹികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഗോപി ബുധനൂർ, B ഷാജിലാൽ, പ്രൊഫസർ KK വിശ്വനാഥൻ, രാജേഷ്, TK സുഭാഷ്, PR വിജയകുമാർ, പുകാസ ഏരിയ സെക്രട്ടറി MK ശ്രീകുമാർ, വിശ്വഭാരതി ഗ്രന്ഥശാല പ്രസിഡന്റ് രമേശ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വയലാർ കവിതകളുടെ ആലാപനവും നടന്നു. CMB പെണ്ണുക്കരയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ അനുസ്മരണത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാം ജയന്തിയോടനുബന്ധിച്ച് SNDP കുട്ടനാട് സൗത്ത് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ വിജയത്തിനായി കോമന 3715 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സംയുക്ത യോഗം ചേർന്നു. കോമന 3715 നമ്പർ SNDP ശാഖായോഗം, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുമാരി സംഘം എന്നീ പോഷക സംഘടനകൾ സംയുക്തമായാണ് യോഗം ചേർന്നത്. ശാഖായോഗം പ്രസിഡന്റ് P ദിലീപ് യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൻ്റെ സദുദ്ദേശപരമായിട്ടുള്ള ഈ നല്ല കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കരുത്താർജിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ കുമാരി സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീദാനന്ദ മണിയമ്മ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ശാന്ത CP മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി സുചിത്ര രാജേന്ദ്രൻ, കൗൺസിലർ സജി, പ്രജീഷ്, വനിതാ സംഘം സെക്രട്ടറി ജലജ ഉണ്ണികൃഷ്ണൻ, ശാഖാ സെക്രട്ടറി V ഉത്തമൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ജലോത്സവങ്ങളിൽ മാറ്റുരയ്ക്കുന്നതിനായി തലവടി ചുണ്ടൻ നീരണിഞ്ഞു. ബുധനാഴ്ച രാവിലെ 11:30 12 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ശില്പി കോയിൽമുക്ക് സാബു നാരായണൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മരങ്ങാട്ടില്ലം ശംഭു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് നീരണിയൽ ചടങ്ങ് ആരംഭിച്ചത്. തലവടി സെന്റ് തോമസ് മലങ്കര കാത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോൺ പടിപ്പുര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തലവടി ഗണപതി ക്ഷേത്രം കടവിലും തിരുപനയന്നൂർക്കാവ് ദേവീക്ഷേത്ര കടവിലും യാത്രയയപ്പ് നൽകി. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി, തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി എന്നിവിടങ്ങളിൽ കൂമ്പെത്തിച്ച് പ്രത്യേക പ്രാർത്ഥനയും നടത്തി.
ജലോത്സവ പ്രേമികളുടെ ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു നീരണിയൽ ചടങ്ങ്. ഇതോടനുബന്ധിച്ച് വള്ളപ്പുരയിൽ നടന്ന സമ്മേളനം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തലവടിച്ചുണ്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ള ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകട്ടെ. എല്ലാവരും അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ ഇനിയും തുടരണം. നമുക്ക് കൂട്ടായ പ്രാർത്ഥനയും ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവരുടെയും അനുവാദത്തോട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ചടങ്ങിൽ ക്ലബ് വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ, ക്ലബ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ പ്രിൻസ് പീറ്റർ പാലത്തിങ്കൽ, അജിത് ബിഷാരത്, ജോജി ജെ വയലപ്പള്ളി, പി ഡി രമേശ് കുമാർ, ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള, അനിൽകുമാർ കുന്നംപള്ളിൽ, തലവടി ചുണ്ടൻ ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ പ്രതിനിധി സിബി ജോർജ് എന്നിവർ സംസാരിച്ചു. കൈനഗിരി UBC ടീമാണ് ഇത്തവണ തലവടി ചുണ്ടനിൽ തുഴയെറിയുന്നത്. പങ്കായം, ഒന്നാം തുഴ, ഇടിയൻ എന്നിവ ലീഡിംഗ് ക്യാപ്റ്റൻ രാഹുൽ പ്രകാശ്, ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻപറമ്പിൽ എന്നിവർ TTBC ക്ലബ് ജനറൽ സെക്രട്ടറി റിക്സൺ ഇടത്തിൽ, വൈസ് പ്രസിഡന്റ് KR ഗോപകുമാർ, ട്രഷറർ അരുൺ പുന്നശ്ശേരി എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി. 127 അടി നീളവും 52 അങ്കുലം വീതിയും 18 അങ്കുലം ഉൾത്താഴ്ചയുമുള്ളതാണ് തലവടി ചുണ്ടൻ വള്ളം. 83 തുഴച്ചിൽക്കാരും 5 പങ്കായക്കാരും 9 നിലക്കാരും ഉൾപ്പെടെ 97 പേർക്ക് വള്ളത്തിൽ കയറുവാൻ സാധിക്കും. തലവടി ചുണ്ടൻ ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ, തലവടി ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ എന്നിവരുടെ കൂട്ടായ സഹകരണത്തോടെയാണ് തലവടി ചുണ്ടൻ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്. കണ്ണാടി പടിഞ്ഞാറേ മഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കം കുറിച്ചു. ആലപ്പുഴ ചിന്മയ മിഷൻ ആചാര്യൻ ബ്രഹ്മചാരി സുധീഷ് ജി ഭദ്രദീപം തെളിയിച്ച് രാമായണ മാസാചരണം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വർഷങ്ങളായിട്ട് അമ്പലങ്ങളിൽ പോയിട്ട് പ്രഭാഷണങ്ങളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ മാറ്റമുണ്ടാവുക. നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. ഇപ്പോൾ ഇന്നു മുതൽ രാമായണം തുടങ്ങുകയാണ് അല്ലേ? രാമൻ്റെ അയനമാണ്, രാമൻ്റെ ജീവിതമാണ്, രാമനിലേക്കുള്ള ലയമാണ് രാമായണം. രാമനായിട്ട് മാറുക. രാമൻ ആരാണ്? ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. രാമൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ആ ധർമ്മത്തിലൂടെ ജീവിച്ച രാമനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? സ്വന്തം പട്ടാഭിഷേകം നടക്കുന്നതിൻ്റെ സമയത്ത് തലേ ദിവസം മകനോട് 14 വർഷം കാട്ടിലേക്ക് വനവാസത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് രാമൻ അതിനെ നേരിട്ടത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? നമ്മൾ വീട്ടിൽ സ്വത്തുക്കളൊക്കെ ഉണ്ട്. അച്ഛൻ പറയാണ് നിന്റെ സ്വത്തെല്ലാം അനിയൻക്കാണ് അല്ലെങ്കിൽ ചേട്ടനാണ്, നീ കാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടടിയായിരിക്കും. കാരണം നമ്മൾ ഓരോ സമയവും രാമായണം വായിക്കുമ്പോൾ എന്താണ് അതിലുള്ള തത്വം? രാമൻ്റെ ജീവിതവും സഹോദരൻ്റെ സ്നേഹവും അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹവും അത് വേണം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ. ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് VV പൊന്നപ്പൻ നായർ അധ്യക്ഷനായിരുന്നു. NSS കുട്ടനാട് യൂണിയൻ വൈസ് പ്രസിഡന്റും കരയോഗം സെക്രട്ടറിയുമായ V രാധാകൃഷ്ണൻ നായർ, യൂണിയൻ കമ്മിറ്റി മെമ്പർ P വേലായുധൻ നായർ, ചിന്മയ മിഷൻ ജില്ലാ ബാലവിഹാർ കോർഡിനേറ്റർ കണ്ണൻ തലവടി, വനിതാ സമാജം പ്രസിഡന്റ് തങ്കമണി G നായർ എന്നിവർ സംസാരിച്ചു. ബ്രഹ്മചാരി സുധീഷ് ജി രാമായണ മഹാത്മ്യ പ്രഭാഷണം നടത്തി. രാമായണ മാസത്തിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുമെന്നും ആഗസ്റ്റ് 3-ന് വാവു ബലിക്ക് പിതൃതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6835 രൂപ, പവന് 54,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.